ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാകുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്ത് വരുന്നത്. ഇപ്പോൾ ഇന്ത്യൻ എംബസി ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇന്ത്യൻ പൗരന്മാർ അനാവശ്യമായി ഇറാനിലേക്കുള്ള യാത്രകൾ റദ്ദ് ചെയ്യണം. അങ്ങനെ യാത്രകൾ പോകുന്നുണ്ടെങ്കിൽ അത് റദ്ദ് ചെയ്യണമെന്നാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നത്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശിക്കുന്നു. അവരുടെ എക്സ് പോസ്റ്റിലൂടെ തന്നെയാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒരു മാസം മുമ്പാണ് വെടിനിർത്തൽ നിലവിൽ വന്ന ഇസ്രായേൽ ഇറാൻ സംഘർഷം. പിന്നീട് അത് അമേരിക്ക കൂടി ഇടപെടുകയും അത് വെടിനിർത്തലിലേക്ക്, താൽക്കാലികമാണ് വെടിനിർത്തൽ എന്ന് അന്നേ എല്ലാവരും പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അത് കുറച്ചുകൂടി യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഏതായാലും ഇപ്പോൾ ഇന്ത്യൻ എംബസി പറഞ്ഞിരിക്കുന്നത് ഈ സുരക്ഷ കഴിഞ്ഞ കുറേ ആഴ്ചകളായി സുരക്ഷ സംബന്ധമായ സംഭവ വികാസങ്ങൾ കണക്കിലെടുത്തിട്ടാണ് തങ്ങൾ ഇങ്ങനൊരു നിർദ്ദേശം ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്നത് എന്നാണ് എംബസി പറയുന്നത്. ഇറാനിലേക്ക് യാത്രകൾ തിരിക്കുന്നതിന് മുമ്പ് സ്ഥിതിഗതികൾ ശ്രദ്ധാപൂർവം പരിഗണിക്കണം. ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശങ്ങൾ ഇല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ പരിഗണിക്കണം. ഇനി ഇറാനിൽ നിന്ന് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോഴും ഓപ്ഷനുകൾ ലഭ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അന്തർദേശീയ തലത്തിൽ നിന്ന് വന്ന വാർത്ത ഒരുപക്ഷെ ഇസ്രായേൽ വീണ്ടും ഇറാന് നേരെ ആക്രമണം നടത്തിയേക്കാം. കാരണം ഇറാന്റെ പക്കലുള്ള യുറേനിയം അതിപ്പോഴും സുരക്ഷിതമായ ചില കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ നീക്കം നടത്തുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നു. ഇത് സംബന്ധിച്ച് ഇസ്രായേലിലുള്ള ചില സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ വീണ്ടും പശ്ചിമേഷ്യ കലുഷിതമാകുന്നു, സംഘർഷഭരിതമാകുന്നു, യുദ്ധത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് മാറുന്നു. നമുക്കറിയാം, അമേരിക്ക അവിടെ വിന്യസിച്ചിട്ടുള്ള അവരുടെ ബോംബറുകളൊന്നും തന്നെ തിരികെ കൊണ്ടുപോയിട്ടുമില്ല. ട്രംപ് അത് പറയുകയും ചെയ്തു. തങ്ങളുടെ ബോംബറുകൾ ഇപ്പോഴും മിഡിൽ ഈസ്റ്റിൽ ഉണ്ട് എന്ന് പറയുകയും ചെയ്തു. ഇത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. എന്നാൽ ഈ ഭീഷണികളെ വകവെക്കില്ല എന്ന് ഇറാൻ പലവട്ടം പറയുകയും തങ്ങളുടെ നിലപാടുമായി മുൻപോട്ട് പോവുകയും ആണവ ഊർജത്തിനായിട്ട് കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യും എന്നാണ് അവർ പറയുന്നത്. ഈ അടുത്ത സമയത്തൊക്കെ അവർ അവരുടെ ആയുധബലം കൂട്ടുന്നതിന് വേണ്ടി ചൈനയുമായിട്ട് കരാറുകൾ ഒപ്പുവെക്കുകയും ചൈനയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഏത് നിമിഷവും ഒരു സംഘർഷം ഇല്ലെങ്കിൽ ഒരു യുദ്ധം സാധ്യതകൾ കണ്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൗരന്മാർക്ക് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.